ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് കോൾ ഓപ്ഷനെ കുറിച്ചും അതിൻ്റെ ബൈയിങ് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ വീഡിയോയും കൂടി കണ്ടിട്ട് വരിക. ഓപ്ഷനുമായി ബന്ധപ്പെട്ട ഇതുവരെ ചെയ്ത വീഡിയോകൾ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോസിൽ നമ്മൾ പറയുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ബേസിക്കായ കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഓപ്ഷനിൽ പുതിയ ആളുകൾക്ക് പ്ലേലിസ്റ്റിലെ ഒന്നാമത്തെ വീഡിയോ മുതൽ കണ്ടുവരികയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും മനസ്സിലാക്കാൻ വേണ്ടി. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പുട്ട് ഓപ്ഷനെ കുറിച്ചാണ്. പുട്ട് ഓപ്ഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഒരു ഫിക്സഡ് പ്രൈസിൽ ഒരു ഫിക്സഡ് ഡേറ്റിൽ അതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള സ്റ്റോക്ക് വിൽക്കാനുള്ള റൈറ്റാണ് പുട്ട് ഓപ്ഷൻ ബയ്യറിന് ലഭിക്കുന്നത്. പക്ഷേ ഇതൊരു ഡെഫിനിഷൻ മാത്രമാണ്. പക്ഷേ ട്രേഡ് ചെയ്യുന്നവർ അതിൻ്റെ പ്രീമിയത്തിലുള്ള മൂവ്മെൻറ്റ് യൂട്ടിലൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഇൻഷുറൻസ് വാങ്ങിയ പോലെയുള്ള ഒരു ഗുണമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ അതിന് അണ്ടർലൈങ്ങിൻ്റെ വില കുറഞ്ഞാലും അയാൾ ഏത് സ്ട്രൈക്ക് പ്രൈസിനാണോ അയാൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത് ആ ഒരു പ്രൈസിന് അയാൾക്ക് ആ ഒരു എക്സ്പയറി ഡേറ്റിൽ ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും. അപ്പോൾ അതൊരു ഇൻഷുറൻസ് പോലെയാണ് ആ ഒരു പുട്ട് ഓപ്ഷൻ ബയ്യറിന് ആ ഒരു പുട്ട് ഓപ്ഷൻ വരുന്നത്. ഇനി അടുത്ത കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി. നമ്മുടെ അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമ്മുടെ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇനി ചെറിയൊരു കാര്യം കൂടി ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു പോകാം. ഒരു പുട്ട് ഓപ്ഷൻ എങ്ങനെ നമ്മുടെ അപ്സ്റ്റോക്സ് പ്ലാറ്റ്ഫോം വഴി ബൈ ചെയ്യാമെന്നുള്ള കാര്യം. ആദ്യം നമ്മൾ കഴിഞ്ഞ കോൾ ഓപ്ഷൻ്റെ വീഡിയോയിലും പറഞ്ഞിരുന്നു. നമ്മൾ ആദ്യം ഈ പുട്ട് ഓപ്ഷൻ നമ്മൾ ഏത് ഓപ്ഷനാണ് ബൈ ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഒരു ഓപ്ഷൻ നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ നിഫ്റ്റി ഉള്ളത് 16,100 അടുത്താണ്. അപ്പോൾ നമുക്ക് അടുത്തുള്ളൊരു പുട്ട് ഓപ്ഷനിന് വാങ്ങുന്ന എക്സാമ്പിൾ പറയാം. നിഫ്റ്റി 16,100 PE, അതായത് പുട്ട് ഓപ്ഷൻ എന്നുള്ളതിൻ്റെ PE എന്ന് കൂടി ടൈപ്പ് ചെയ്യാം. എന്നിട്ട് സെർച്ച് അടിക്കാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പല എക്സ്പയറിയിലുള്ളത്. നമുക്ക് ഈ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് ഇൻഡെക്സിന് വീക്ക്ലി എക്സ്പയറി ആണ്, ഓരോ ആഴ്ചയിലും എക്സ്പയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് എക്സ്പയറിയാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ എക്സ്പയറി നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആ ഒരു സ്റ്റാർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബൈ ആണ് ചെയ്യേണ്ടതെങ്കിൽ ബൈ, അല്ലെങ്കിൽ സെല്ലാണ് ചെയ്യേണ്ടതെങ്കിൽ സെല്ല് കൊടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് നമ്മൾ മൊബൈൽ ആപ്പിൽ ചെയ്യുകയാണെങ്കിലും സെയിം പ്രോസസ്സാണ്. സെർച്ച് ബാറിൽ നമുക്ക് ഏതാണ് ഓപ്ഷൻ വേണ്ടത് ആ കാര്യം സെർച്ച് ചെയ്യാം. അതിനുശേഷം ബൈയോ അല്ലെങ്കിൽ സെല്ലോ കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് സ്ട്രൈക്കാണ് വാങ്ങേണ്ടത്, അതുകൂടാതെ PE പുട്ട് ഓപ്ഷനുള്ള PE ടൈപ്പ് ചെയ്യണം. അതുകൂടാതെ നമ്മൾ ഏത് എക്സ്പയറിയാണ് എടുക്കേണ്ടത് ആ എക്സ്പയറി കൂടി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത്രയേ ഉള്ളൂ. പുട്ട് ഓപ്ഷൻ കോൺട്രാക്റ്റ് നമുക്ക് ബൈയും ചെയ്യാം സെല്ലും ചെയ്യാം, സാധാരണ കോളിൽ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ രണ്ടാളെ സൈഡിലുള്ള പെർസ്പെക്റ്റീവ് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതായത് പുട്ട് ഓപ്ഷൻ വാങ്ങുന്ന ഒരാളെ ഒരു വ്യൂ എന്തായിരിക്കും? സാധാരണ രീതിയിൽ അയാൾ എന്ത് പ്രതീക്ഷിച്ചായിരിക്കും പുട്ട് ഓപ്ഷൻ വാങ്ങുന്നത്? അതായത് ഇൻഡെക്സ് ഓപ്ഷൻ ആയാലും സ്റ്റോക്ക് ഓപ്ഷൻ ആയാലും അതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള ഇൻഡെക്സോ അല്ലെങ്കിൽ സ്റ്റോക്കോ അതിൻ്റെ പ്രൈസ് താഴോട്ട് പോകുന്നുള്ള പ്രതീക്ഷയിലാണ് അയാൾ പുട്ട് ഓപ്ഷൻ വാങ്ങുന്നത്. അപ്പോൾ അയാളുടെ വ്യൂ ബിയറിഷ് ആണെന്ന് പറയാം. പുട്ട് ഓപ്ഷൻ ബയറിൻ്റെ വ്യൂ ബിയറിഷ് ആണ്. അതിൻ്റെ പ്രൈസ് താഴോട്ട് പോകുന്നുള്ള പ്രതീക്ഷയിലാണ് അവരത് വാങ്ങുന്നത്. ഈ ഒരു കേസിൽ തന്നെ ഇപ്പോൾ 16,100 പുട്ട് ഓപ്ഷൻ ഞാൻ വാങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രതീക്ഷ എന്താണ്? നിഫ്റ്റി താഴോട്ട് പോകും, 16,100 താഴെ ക്ലോസ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിഫ്റ്റിൻ്റെ 16,100 പുട്ട് ഓപ്ഷൻ വാങ്ങുന്നുണ്ടത്. അതേപോലെ സ്റ്റോക്കിൻ്റെ ആയാലും, ഇപ്പോൾ റിലയൻസിൻ്റെ ആയാലും നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് പ്രൈസിൻ്റെ താഴെ പോകും, അതിൻ്റെ വില താഴോട്ട് പോകുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പുട്ട് ഓപ്ഷൻ വാങ്ങുന്നുള്ളത്. അപ്പോൾ നമ്മുടെ വ്യൂ ബിയറിഷ് ആണ് പുട്ട് ഓപ്ഷൻ ബയ്യറിൻ്റെത്. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആവുന്നത്, പുട്ട് ഓപ്ഷൻ ബയ്യർ പ്രോഫിറ്റ് ആവുന്നത് എപ്പോഴും എക്സ്പയറി ഡേയിൽ ആ ഒരു സ്ട്രൈക്ക് പ്രൈസിന് താഴെ ക്ലോസ് ചെയ്യുമ്പോഴായിരിക്കും. വെറും സ്ട്രൈക്ക് പ്രൈസിന് താഴെ ക്ലോസ് ചെയ്താൽ പോരാ, പ്ലസ് നമ്മൾ പേ ചെയ്ത പ്രീമിയം അതിൻ്റെയും താഴെ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ പുട്ട് ഓപ്ഷൻ ബയ്യർ പ്രോഫിറ്റ് ആവുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പേ ഓഫ് ഗ്രാഫ് എടുക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ഞാനത് ഓപ്ഷനിൽ കാണിച്ചു തരാം. അതേപോലെ പുട്ട് ഓപ്ഷൻ സെല്ലർ ആണെങ്കിലോ ഇപ്പോൾ അയാളുടെ വ്യൂ എന്താണ്? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ബയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അയാളുടെ വ്യൂ. അതായത് ഒന്നുകിൽ നിഫ്റ്റി 16,100 മുകളിൽ ക്ലോസ് ചെയ്യും, അതായത് പ്രൈസ് മുകളിലോട്ട് പോകും, അല്ലെങ്കിൽ സെയിം ലെവലിൽ തന്നെ ക്ലോസ് ചെയ്യും. സെല്ലറിന് അഡ്വാൻറ്റേജ് ഉണ്ട്. സെയിം ലെവലിൽ ക്ലോസ് ചെയ്താലും അയാൾക്ക് പ്രോഫിറ്റ് തന്നെയാണ്. അയാൾ എത്ര പ്രീമിയം ഫസ്റ്റ് റിസീവ് ചെയ്ത് ആ പ്രീമിയം അയാൾക്ക് കിട്ടും. അപ്പോൾ സെല്ലറുടെ വ്യൂ നേരെ ഓപ്പോസിറ്റ് ആണ്, അതായത് ബുള്ളിഷ് ആണ്. അയാളുടെ പ്രതീക്ഷ നിഫ്റ്റി അല്ലെങ്കിൽ അണ്ടർലൈങ് ആയിട്ടുള്ള നിഫ്റ്റിയോ അല്ലെങ്കിൽ സ്റ്റോക്കോ മുകളിൽ പോകും, അല്ലെങ്കിൽ സെയിം ലെവലിൽ നിൽക്കും എന്നുള്ളതാണ്. അതായത് ബയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അയാളുടെ വ്യൂ. നമുക്കിത് പേ ഓഫ് ചാർട്ടിൽ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് ഓപ്ഷൻ എടുത്ത് നോക്കാം. നമ്മൾ ഈ വീഡിയോൻ്റെ ഈ ഭാഗം റെക്കോർഡ് ചെയ്തത് മാർക്കറ്റ് കഴിഞ്ഞ ശേഷമാണ്. അതുകൊണ്ട് തന്നെ പ്രീമിയത്തിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഏകദേശം 100 അടുത്തുണ്ടായിരുന്ന പ്രീമിയം ഇപ്പോൾ ഏകദേശം 50 അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ സെയിം സ്ട്രൈക്ക് തന്നെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നിഫ്റ്റിൻ്റെ തന്നെയാണ്. പ്രീമിയത്തിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓപ്ഷനിൽ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത 16,100 PN എടുത്ത് നോക്കാം. റീസെൻറ്റ് എക്സ്പയറി 16,100 PE പുട്ട് ഓപ്ഷൻ.
ആദ്യം ബൈ കണ്ടീഷൻ നമുക്ക് നോക്കാം. ആഡ് ചെയ്തു. താഴെ പേ ഓഫ് ഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു, അതായത് സ്ട്രൈക്ക് പ്രൈസ് അതിൻ്റെ കൂടെ നമ്മൾ പേ ചെയ്ത പ്രീമിയം കൂടി ആഡ് ചെയ്ത് അതിൻ്റെ താഴെ പോയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ആവാൻ പറ്റൂ എന്നുള്ളത്. ഇപ്പോൾ 16,100 നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് എടുത്തത്. 16,100 പി ആണ് നമ്മൾ വാങ്ങിയത്. അതിൻ്റെ കൂടെ 54 രൂപ നമ്മൾ പ്രീമിയം പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് രണ്ടും ചേർന്നാൽ 16,100 മൈനസ് 54 16,045. അതിനും താഴെ പോയാൽ മാത്രമേ നമ്മളുടെ ഈ പുട്ട് ഓപ്ഷൻ ബൈ പ്രോഫിറ്റ് ആവാൻ പറ്റൂ. നിങ്ങൾക്കത് ഗ്രാഫിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. 16,000 താഴെ പോയി 16,045 താഴെയാണ് നമ്മൾ ഗ്രീനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതിന് താഴെ ഓരോ ലെവൽ പോകുമ്പോഴും നമുക്ക് പ്രോഫിറ്റിലേക്ക് പോകുന്ന കാണാൻ പറ്റും. ഇപ്പോൾ 16,000 എത്തുമ്പോഴേക്ക് നമുക്ക് ഏകദേശം എക്സ്പയറിൻ്റെ ടൈമിലുള്ള പ്രോഫിറ്റാണ് പറയുന്നുള്ളത്. ഏകദേശം എത്ര പോയിൻറ്റ് പ്രോഫിറ്റ് കിട്ടും? 16,100 സ്ട്രൈക്ക് എടുത്തത്. 16,000 എത്തുമ്പോൾ ഏകദേശം നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ എത്രയുണ്ട്? ശരിക്കും നമ്മൾ ഇൻട്രിൻസിക് വാല്യൂൻ്റെ കാര്യം രണ്ടാമത്തെ ഇതിൽ പറഞ്ഞതാണ് വീഡിയോയിൽ. അത് ഇൻട്രിൻസിക് വാല്യൂ അറിയാത്തവർ ആ വീഡിയോ ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൽ 100 rupees 100 points ഇൻട്രിൻസിക് വാല്യൂ ഉണ്ടാവും. അപ്പോൾ എത്രയായിരിക്കും അതിൻ്റെ പ്രീമിയം ആ സമയത്ത്? 100 ആയിരിക്കും ഏകദേശം. 16,000 എക്സ്പയർ ആവുന്നുണ്ടെങ്കിൽ 100 നമ്മൾ പേ ചെയ്തത് 54. അത് കഴിച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് 46 പോയിൻറ്റ് നമുക്ക് കിട്ടും. ഇനി 15,900 എക്സ്പയർ ആവുന്നുള്ളതെങ്കിലോ 16,100 നമ്മൾ എടുത്ത സ്ട്രൈക്ക് 15,900 ഏകദേശം 200 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് കിട്ടി നമുക്ക്. അപ്പോൾ ഏകദേശം ഇൻട്രിൻസിക് വാല്യൂ 200 പോയിൻറ്റിന് അടുത്തുണ്ട് എക്സ്പയർ ആവുന്ന സമയത്ത്. നമ്മൾ എക്സ്പയർ ബേസ് ചെയ്തിട്ടാണ് പറയുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇൻട്രിൻസിക് വാല്യൂ 200 ഉള്ളതുകൊണ്ട് ഏകദേശം അത്രയും പോയിൻറ്റിലായിരിക്കും ആ ഒരു ഓപ്ഷൻ എക്സ്പയർ ആവുന്നത്. 200 പോയിൻറ്റിന് അടുത്തായിരിക്കും. ഇപ്പോൾ 54 രൂപയുള്ള ഓപ്ഷന് എക്സ്പയർ ആവുന്നത് ഏകദേശം 200 പോയിൻറ്റിലായിരിക്കും. അപ്പോൾ നമ്മൾ പേ ചെയ്ത 54 മൈനസ് ചെയ്താൽ ബാക്കിയുള്ള എമൗണ്ട് നമ്മുടെ പ്രോഫിറ്റ് ആയിരിക്കും. അങ്ങനെ ഓരോ ലെവൽ താഴോട്ട് പോകുന്നതിനനുസരിച്ച് നിഫ്റ്റിൻ്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച്, അതായത് 16,700 16,500 എത്രത്തോളം താഴോട്ട് പോകുന്നത് അതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റും കൂടിക്കൊണ്ട് പോകും. പക്ഷെ നമ്മൾ ഇതേ പ്രൈസ് മുകളിലോട്ട് പോവുകയാണെങ്കിലോ ഒരു ലെവൽ കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മാക്സിമം ലോസ് ലിമിറ്റഡ് ആണ്. അതായത് നമ്മൾ എത്രയാണോ പ്രീമിയം പേ ചെയ്തത്, നമ്മൾ 54 രൂപയാണ് ഈ ഓപ്ഷൻ പ്രീമിയം പേ ചെയ്തത് ഇൻറ്റു ലോട്ട് സൈസ് 50. അപ്പോൾ ഏകദേശം 2,705 രൂപയാണ് നമ്മൾ പേ ചെയ്തത്. ആ ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് ഈ ഓപ്ഷനിൽ മാക്സിമം ലോസ് വരാൻ പോകുന്നത്. അതായത് നമ്മൾ നിഫ്റ്റി താഴെ പോകുന്ന വെച്ചിട്ടാണ് ഈ പുട്ട് ഓപ്ഷൻ വാങ്ങുന്നുള്ളത്. അഥവാ താഴെ പോകാതെ ഇരിക്കുന്ന, അതായത് അതേ ലെവലിനെ ക്ലോസ് ചെയ്താലോ അല്ലെങ്കിൽ അതിന് മുകളിൽ നിഫ്റ്റി മുകളിലോട്ട് പോയാലോ നമുക്ക് വരാൻ പോകുന്ന മാക്സിമം ലോസ് എത്രയാണ് പ്രീമിയം പേ ചെയ്തത് ആ എമൗണ്ട് ആയിരിക്കും നമുക്ക് വരാൻ പോകുന്ന മാക്സിമം ലോസ്. പക്ഷെ നമ്മുടെ പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബൈയിങ്ങിൽ പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആണ്, ലോസ് ലിമിറ്റഡ് ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി പിന്നൊരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കോളിൻ്റെ കേസിൽ പറയാൻ പറഞ്ഞത് ഒരു കാര്യം, നമ്മളിപ്പോൾ ഓപ്ഷൻ ബൈയിങ്ങിന് വേണ്ടിയിരുന്നത് ജസ്റ്റ് നമ്മൾ എത്രയാണോ പ്രീമിയം ഉള്ളത് അത് ഇൻറ്റു ലോട്ട് സൈസ് എത്ര എമൗണ്ട് വരുന്നുണ്ട് ആ ഒരു എമൗണ്ട് മാത്രം മതിയാവും. ഇപ്പോൾ ഈ കേസിൽ 54 × 9 2,705 അത്ര എമൗണ്ട് നമുക്ക് മതിയായി. അതായത് എത്രയാണ് പ്രീമിയം ഉള്ള അതിന് ലോട്ട് സൈസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് മാത്രം മതിയാവും നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ. പക്ഷേ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ കേസിൽ അങ്ങനെയല്ല. അതിന് ഒരു മാർജിൻ കാൽക്കുലേഷന് വേറെ തന്നെ മെത്തേഡാണ്. അത് കുറച്ചുകൂടി ഹയർ ആയിരിക്കും എമൗണ്ട്. അത് എത്രയെന്ന് പറയാം. മാർജിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ സെല്ലിങ്ങിന് കൂടുതൽ മാർജിൻ ആവശ്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയേക്കാം. ഇപ്പോൾ അത്രയേ ഉള്ളൂ. ഓപ്ഷൻ ബൈയിങ്ങിന് മാർജിൻ കുറവ് മതി. പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ കഴിഞ്ഞ കോളിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ സെല്ലറിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു സ്ട്രൈക്കിന് മുകളിൽ ക്ലോസ് ചെയ്താലും അയാൾക്ക് പ്രോഫിറ്റ് തന്നെയായിരിക്കും. അതുകൂടാതെ സെയിം ലെവലിൽ, അതായത് വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ അതേ ലെവലിൽ ക്ലോസ് ചെയ്താലും ഓപ്ഷൻ സെല്ലർ പ്രോഫിറ്റിൽ തന്നെയായിരിക്കും. പക്ഷെ ഓപ്ഷൻ ബയ്യറിന് ആ ഒരു പ്രീമിയം നഷ്ടപ്പെടും. അപ്പോൾ 3-ൽ 1 ചാൻസേ ഉള്ളൂ ഓപ്ഷൻ ബയ്യർ പ്രോഫിറ്റ് ആവാൻ. പക്ഷെ ഓപ്ഷൻ സെല്ലർ 3-ൽ 2 കേസിലും പ്രോഫിറ്റിലായിരിക്കും. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കാത്തേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ സെല്ലിങ്ങിലേക്കും കൂടി മാറ്റി നോക്കാം നമുക്ക്. ഈ ഒരു ചാർട്ട്, പേ ഓഫ് ചാർട്ട്, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ബ്രേക്ക് ഈവൻ പോയിൻ്റ് കടന്നു പോയാൽ ഓപ്ഷൻ സെല്ലർ പ്രോഫിറ്റിലാണ്. പക്ഷേ ആ ഒരു ബ്രേക്ക് ഈവൻ പോയിൻ്റ് താഴെ ഓപ്ഷൻ സെല്ലർ ലോസിലാണ്. ഓപ്ഷൻ സെല്ലറിൻ്റെ വ്യൂ ബുള്ളിഷാണ്. അതായത് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അതേ ലെവലിൽ തന്നെ ക്ലോസ് ചെയ്താലോ ആ ഒരു ഓപ്ഷൻ സെല്ലർ പ്രോഫിറ്റിലായിരിക്കും. പക്ഷേ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഗ്രാഫ് മുകളിൽ പോയ ശേഷം ഫ്ലാറ്റ് ആയത്. അതായത് ഓപ്ഷൻ സെല്ലറിൻ്റെ
പ്രോഫിറ്റ് ലിമിറ്റഡ് ആണ്. അയാൾ എത്ര മുകളിൽ പോയാലും, ഇനി നിഫ്റ്റി ഒരു 1000 പോയിൻറ്റോ 2000 പോയിൻറ്റോ മുകളിൽ പോയാലും അയാൾ ആ ഓപ്ഷൻ സെല് ചെയ്യുമ്പോൾ റിസീവ് ചെയ്ത പ്രീമിയം, അതായത് ബയ്യാൾ എത്രക്കാന്ന് വാങ്ങിയത് 54.1, അതായത് 54.1 ആ ഒരു ഓപ്ഷൻ വാങ്ങിയത്. ആ ഒരു പ്രീമിയം ആയിരിക്കും ആ സെല്ലർ റിസീവ് ചെയ്യുന്നത്. ആ ഒരു എമൗണ്ട് മാത്രമായിരിക്കും ഓപ്ഷൻ സെല്ലറിന് കിട്ടുന്ന മാക്സിമം പ്രോഫിറ്റ് അറിഞ്ഞാൽ 54.1 ഇൻറ്റു ആ ലോട്ട് സൈസ് 50, അതായത് 2705 രൂപ മാത്രമായിരിക്കും ആ ഓപ്ഷൻ സെല്ലറിന് കിട്ടുന്ന മാക്സിമം പ്രോഫിറ്റ്. പക്ഷേ ലോസോ, ഇൻ കേസ് ഓപ്പോസിറ്റ് തിരിച്ചു വന്നിട്ട് നിഫ്റ്റി താഴോട്ടാണ് പോകുകയാണെങ്കിൽ ആ ഓപ്ഷൻ സെല്ലറിന് വരുന്ന ലോസ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. എത്ര വേണമെങ്കിൽ പോകും, എത്രത്തോളം താഴെ പോകുന്ന അതിനനുസരിച്ച് അയാളുടെ ലോസ് കൂടിക്കൊണ്ട് പോകും. അതെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇതെല്ലാം നമുക്ക് ഹെഡ്ജ് ചെയ്തിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ലോസും ലിമിറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്കതെല്ലാം പറയാം, ഡിസ്കസ് ചെയ്യാം. പക്ഷേ അതിപ്പോൾ ഇത്രയും കാര്യങ്ങൾ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവാം. പിന്നീട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇതിൽ പിന്നെ ഇതേപോലെ സെല്ലിങ്ങിന് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. ഇതിൽ മാർജിൻ ഏകദേശം 1,00,000 കൂടുതൽ മാർജിൻ ആവശ്യമുണ്ട്. അതും നമുക്ക് ഹെഡ്ജ് ചെയ്താൽ ആ മാർജിൻ ആവശ്യമുള്ള എമൗണ്ടും കുറക്കാനെല്ലാം പറ്റും. പക്ഷെ അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്ര മതി. അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. താങ്ക് യു.